നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതെൻ്റെ 184-ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ മനുഷ്യർക്ക് അവരുടെ മുജ്ജന്മ പാപങ്ങൾ, അതായത് ഓരോ ജന്മവും ഉണ്ടാകുന്ന പാപങ്ങളുണ്ടല്ലോ, അത് മുജ്ജന്മ പാപങ്ങൾ, അതിപ്പോൾ നമ്മൾ ഈ ജന്മം ചെയ്യുന്നതല്ല, കഴിഞ്ഞ ജന്മം വരെയുള്ള പാപങ്ങൾ എങ്ങനെ നമുക്ക് അതിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് പ്രീവിയസ് ബർത്ത് സിൻസ്, ഇതാണ് എൻ്റെ ടൈറ്റിൽ. അപ്പം ഇതിനകത്ത് ആദ്യം പറയാനുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു 2-3 വാചകങ്ങളാണ്. അതായത് ആദ്യം നമ്മൾ ഞാനിപ്പോൾ 184-ാമത്തെ എപ്പിസോഡായി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം സ്വാമി വിവേകാനന്ദൻ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ അംഗീകാരത്തിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അന്യ ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നമ്മളെ കൊണ്ട് കഴിയുന്നത് പരമാവധി ചെയ്യണമെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പ്രശസ്തിയെപ്പറ്റിയോ അംഗീകാരത്തെപ്പറ്റിയോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് വിചാരിച്ചായിരുന്നു ഈ അംഗീകാരങ്ങളൊക്കെ എന്താ കിട്ടാത്തതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വായിച്ചപ്പോഴേ ആ സംശയമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദു മിത്തോളജി അനുസരിച്ച് മനുഷ്യരുടെ അന്തിമ ലക്ഷ്യം മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജന്മം കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുത്തെങ്കിൽ അവസാനമായി മനുഷ്യൻ്റെ ജന്മം കിട്ടത്തുള്ളൂ എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ജനന മരണ പുനർജന്മ ശൃംഖലയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യമുണ്ട്. എങ്കിലേ നമുക്ക് ഈ മോക്ഷം എന്ന് പറയുന്ന സംഭവം കിട്ടത്തുള്ളൂ. അറിയാമല്ലോ, ഈ കലികാലത്ത് വന്ന് ജനിച്ചാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ നമുക്ക് ചേർന്ന് പോകാൻ പറ്റത്തില്ല. പല ആളുകളുടെയും സ്വഭാവത്തിനും പറ്റിയ രീതിയല്ല ഈ കലികാലത്ത് നടക്കുന്നത്. ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ കലികാലത്ത് ജീവിക്കുക എന്നുള്ളത്. അതേസമയം മദ്യപാനികളും സ്വഭാവദൂഷ്യമുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. അവർ മായ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പിടിയില്ല. അവർക്കൊരിക്കലും ഇതിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കത്തില്ല, അവരാഗ്രഹിക്കുന്നുമില്ല. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇത് ആഗ്രഹമുള്ളവർ കാണും. എങ്ങനെ ഇതിൽ നിന്ന് ഈ ജനന മരണ പുനർജന്മ ശൃംഖലയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ കാണും. അറിവില്ലാത്ത ആളുകളായിരിക്കും കൂടുതലും. അപ്പോൾ നമ്മളെപ്പോലെ പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്ന് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ അവർക്കൊരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇനി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് മാർഗങ്ങൾ. ഈ പുനർജന്മം, അതായത് കഴിഞ്ഞ ജന്മം വരെയുള്ള പാപങ്ങൾ എങ്ങനെ നമുക്ക് അത് ഒഴിവാക്കി കിട്ടും, അതിന് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കൊക്കെ ശിക്ഷ നമുക്ക് എങ്ങനെ കഴിഞ്ഞ ജന്മം വരെയുള്ളത്, ഈ ജന്മത്തെ കാര്യമല്ല പറയുന്നത്, കഴിഞ്ഞ ജന്മം വരെയുള്ള എങ്ങനെ ഒഴിവാക്കി കിട്ടുമെന്നുള്ളത് പുരാണങ്ങളും മിത്തോളജിയും താന്ത്രിക് ഗ്രന്ഥങ്ങളൊക്കെ നോക്കി പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പം മുജ്ജന്മ പാപ പരിഹാരാർത്ഥം ചെയ്യുന്ന പ്രധാന കർമ്മം ദിവസവും ഭഗവത്ഗീത വായിക്കുക എന്നുള്ളതാണ്. ദിവസം ഒരു പേജെങ്കിലും ഭഗവത്ഗീത വായിച്ചാൽ നമുക്ക് ഈ കഴിഞ്ഞ ജന്മം വരെയുള്ള എല്ലാ പാപങ്ങളും അതിന് പരിഹാരമാവും. നമുക്ക് പുതിയൊരു ജീവിതം, അല്ലെങ്കിൽ നമുക്ക് ഈ ജന്മം ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനും പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഗായത്രി മന്ത്രം ദിവസം 3 പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്നാണ്. അത് സ്ത്രീകൾ പീരീഡ് ടൈമിൽ ചൊല്ലിക്കൂടാ. ഭഗവത്ഗീത അങ്ങനെ തന്നെ. സ്ത്രീകൾക്കിത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീരീഡ് ടൈമിൽ ചൊല്ലിക്കൂടാ. ബാക്കിയെല്ലാം പ്രശ്നങ്ങളൊന്നുമില്ല. പീരീഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഈ പറഞ്ഞ ഭഗവത്ഗീതയോ ഗായത്രി മന്ത്രമോ ഒക്കെ ചൊല്ലാം. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യം കൂടാ. അതിന് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. അതായത് സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കുക. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് കലികാല മന്ത്രമായിട്ടാണ് പറയുന്നത്. അത് മാത്രം ജപിച്ചാൽ മതി എന്നാണ് പഴമക്കാരും പറയുന്നുണ്ടത്. പിന്നെ പുരുഷ സൂക്തം, അതും മന്ത്രങ്ങളും അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. താന്ത്രിക മന്ത്രങ്ങളും ഒക്കെ ഉള്ളത് പുരുഷ സൂക്തം. അത് ദിവസം 40 പ്രാവശ്യം ജപിക്കണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യമല്ല. എന്നാലും അത് ഈ കൂടുതൽ പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ സഹവസിക്കുന്നവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പുരുഷ സൂക്തമായാലും ഈ എന്ത് മന്ത്രങ്ങളായാലും അല്ലെങ്കിൽ എന്ത് നാമങ്ങളായാലും സ്ത്രീകൾ ഈ പീരീഡ്സിൽ നമ്മൾ ചൊല്ലാൻ പാടില്ല. പിന്നെ അർഹതയുള്ളവർക്ക് ദാനങ്ങൾ ചെയ്യുന്നത് മഹത്തായൊരു മുജ്ജന്മ പാപ പരിഹാരം എന്ന് പറഞ്ഞാൽ അർഹതയുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ വന്നിരുന്ന അതിഥികൾക്ക് ആഹാരം കൊടുക്കുന്നതും അതുപോലെ അർഹതയുള്ളവരായിരിക്കണം. ഈ വെളിയിൽ ഓരോ വരുമല്ലോ, ഓരോ
പിരിവിനും അങ്ങനെയൊക്കെ വരുന്നവർക്ക് അർഹതയുള്ളവർക്കാണെങ്കിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ദാനം ചെയ്യുന്നത് നല്ല കാര്യം. പിന്നെ ആഴ്ച ഒരു ദിവസം ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക്, അതായത് രോഗികളും വയസ്സായവരെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് നല്ലത് തന്നെ. അത് അവർക്കും ഈ മുജ്ജന്മ പാപ പരിഹാരമാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പുണ്യ നദികളിൽ പോയി സ്നാനം ചെയ്യാൻ, അതായത് ഇപ്പം ഗംഗ, യമുന അങ്ങനെയൊക്കെയുള്ള പിന്നെ നദികളുണ്ടല്ലോ, അവിടെ പോയി സ്നാനം ചെയ്താലും മതിയെന്ന് പറയുന്നു. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ജന്മത്തിലെ എല്ലാ ഭൗതിക സുഖങ്ങളിലും വിരക്തി കാണിക്കണം. ചില സ്ത്രീകളും ആയാലും പുരുഷന്മാരായാലും വയസ്സായാലും അവർക്ക് ഈ ഭൗതിക സുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കത്തില്ല. അവർക്ക് എപ്പോഴും ആ ഒരു ചിന്തയും അവരങ്ങനെ അതിനെ അടിമയാണ്. അതായത് അവർ ഈ ലഹരിയുടെ അടിമ പോലെ അവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആസക്തിയുള്ളവരാണ്. അങ്ങനെയുള്ളവർ വിരക്തി എന്നാ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് പറയുന്നത്. അല്ലാതെ ഈ നമ്മൾ വിരക്തി ഇല്ലാത്ത ഇതിൻ്റെയൊക്കെ മുഴുകി നടക്കുന്നവർക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരത് ചെയ്യത്തില്ല. അവർക്കൊരിക്കലും മുക്തി തൊട്ട് കിട്ടാനും പോകുന്നില്ല. ഇനി പിന്നെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ 9-ാം മാസം ആകുമ്പോൾ തന്നെ കുട്ടികൾ പൂർണ്ണ വളർച്ചയാകുന്നതാണ്, 9-ാം മാസത്തിൽ തന്നെ. പിന്നെ ജീവൻ കടന്നു വരുന്നത് അതായത് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ ആണെന്നാണ് പറയുന്നത്. ജീവൻ അത് 10ാമത്തെ ദ്വാരമാണ്, നവദ്വാരങ്ങളെ 10ാമത്തെ ദ്വാരമാണ്, ഉച്ചിയിലുള്ള ഒരു ദ്വാരമാണത്. അപ്പം അങ്ങനെ കുട്ടി വെളിയിൽ വരുമ്പം ഈ ലോകത്തെ സംബന്ധിച്ചുള്ള മായയിലങ്ങ് കുടുങ്ങിപ്പോവും. അതുവരെ അത് പിന്നെ ജന്മകാലങ്ങളും ഒക്കെ അറിയാവുന്നതാണെന്നാണ് പറയുന്നത്. ഈ പിന്നെ പണ്ട് അങ്ങനെ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ള എല്ലാം അറിയാവുന്ന സമയമാണ് ഈ പ്രസവത്തിന് മുമ്പ് വരെ. അതായത് 9 മാസമൊക്കെ മുമ്പ് വരെ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ ഈ ജനിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ മഹാമായക്കകത്ത് കുടുങ്ങിപ്പോവും. പിന്നെ അവർക്ക് ഒന്നും അറിയാൻ ഒക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു മനസ്സുള്ള ആളുകൾക്കും അങ്ങനെ സാഹചര്യമുള്ളവർക്കും മാത്രമേ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടെ കഴിയും. അല്ലാത്തവരെല്ലാം ഈ മായപ്പെട്ട് ഇങ്ങനെ പിന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. ഈ നാരദ മഹർഷിയുടെ കാര്യം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മായയെ കുടുങ്ങി ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചതിൻ്റെ കഥകളൊക്കെ ഉണ്ട് പുരാണങ്ങളിൽ. ഇനിയിപ്പം പിന്നെ കുട്ടികൾ ഗർഭപാത്രത്തിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് പിന്നെ എല്ലാം മറന്നു പോകും. പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് വിശപ്പ് കൊണ്ട് കരഞ്ഞിട്ട് പിന്നെ അമ്മയെ അന്വേഷിക്കും. പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചക്രം. ഇങ്ങനെ ജന്മം പുനർജന്മം ഇങ്ങനെ ആ ഒരു ശൃംഖലയ്ക്കകത്ത് കിടന്ന് ആളുകൾ കഷ്ടപ്പെടുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് പ്രത്യേകിച്ചും കലികാലം വളരെ കൂടുതലാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന ലഹരിയുടെ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കുക എന്നുള്ളതാണ്. അത് ചെയ്താലും മതി. ഇത്രയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.